Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഓഡ് ഡിജിറ്റ് ഉണ്ട് എത്ര ഈവൻ ഡിജിറ്റ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പുതിയൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കാം. ഫിനിഷ്, ഡോൺ ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓഡ് ഈവൻ കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. 3, 2, 1 എന്നൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ഓഡ് നമ്പർ ഉണ്ട്? 3ഉം 1ഉം, 2 ഓഡ് നമ്പർ ഉണ്ടല്ലേ. ഈവൻ നമ്പർ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഡ് നമ്പർ 2, ഈവൻ നമ്പർ 1 എന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 3, 2, 1 തന്നെ കൊടുക്കാം. ഓക്കെ. ഇനി നമ്മുടെ കണ്ടീഷൻ ചെക്ക് എന്താണ്? വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0. അതായത് നമ്മളെങ്ങനെയാണ് ഈ നമ്പേഴ്സ്, ഓരോ നമ്പേഴ്സിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആദ്യം 1നെ എടുക്കണം, പിന്നെ 2നെ എടുക്കണം, പിന്നെ 3യെ എടുക്കണം അല്ലേ. അങ്ങനെ ലൂപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നവരെയാണ് ഈ കണ്ടീഷൻ ചെക്ക് നമുക്ക് നടത്തേണ്ടത്. ഇനി എന്താണ്, ഇപ്പം നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പം നമ്മൾ പുറകിൽ നിന്നാണ് എടുക്കുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് 1നെ എടുക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പർ മോഡ് 10 ചെയ്താൽ മതി. അതായത് ലാസ്റ്റ് ഡിജിറ്റിനെ കിട്ടാൻ നമ്മൾ എപ്പോഴും ആ നമ്പർ മോഡ് 10 ചെയ്യുക. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റിനെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മോഡ് 10ഉം ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് കളയണം, ബാക്കി മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ 10ഉം ചെയ്യും. അതാണ് ഈ മോഡ് 10ൻ്റെയും ബൈ 10ൻ്റെയും വ്യത്യാസം. പിടികിട്ടിയല്ലോ. അപ്പം നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണേ നമ്മൾ എന്താ ചെയ്യുക? നമ്പർ മോഡ് 10 ചെയ്യുക. നമ്പർ മോഡ് 10 ചെയ്യുമ്പോൾ എന്ത് വരും? ഈ നമ്പർ മോഡ് 10 ചെയ്യുമ്പോൾ ആദ്യം 1 കിട്ടും. മനസ്സിലായോ? അത് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻഡ് റിമൈൻഡർ അല്ലേ, റിമൈൻഡർ ഈക്വൽ ടു നമ്പർ മോഡ് 10. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം ഈ കിട്ടിയ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്നിങ്ങനെ ചെക്ക് ചെയ്യും. ഇപ്പോൾ ബൈ 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ഈവൻ ആണ്, അല്ലെങ്കിൽ ഓഡാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യണം ഇഫ് റിമൈൻഡർ മോഡ് 2. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈ 2 അല്ല, മോഡ് 2 ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോഡ് ചെയ്യുമ്പോൾ ഉത്തരം 0 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈവൻ കൗണ്ടിൻ്റെ ഒരു വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തില്ല, അപ്പോൾ അതും കൂടെ കൊടുക്കുക. ഈ കൗണ്ട് ഈക്വൽ ടു 0, ഈവൻ നമ്പറിൻ്റെ കൗണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടൊരു വേരിയബിളും ഓഡ് നമ്പറിൻ്റെ കൗണ്ട് ഈക്വൽ ടു 0, 2 വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഈ കൗണ്ട് എന്നുള്ള വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇനി എൽസ്, അതായത് മോഡ് 2 ചെയ്തപ്പോൾ 0 അല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ട് എന്നുള്ള വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ ചെക്ക്. അതായത് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നവരെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്നിട്ട് ആദ്യം നമ്പറിനെ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ കളഞ്ഞ് ബാക്കി എടുക്കാനാണെങ്കിൽ ബൈ 10ഉം, ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് വേണം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണെങ്കിൽ നമ്മൾ മോഡ് 10ഉം ചെയ്യുക. ആ നമ്പർ മോഡ് 10 എടുത്തു കഴിഞ്ഞ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക. അത് മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ കൗണ്ട് ++, അല്ലെങ്കിൽ കൗണ്ട് ++. മനസ്സിലായോ? ഇനിയിപ്പോൾ വീണ്ടും ലൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3, 2, 1നെ അല്ല വീണ്ടും എടുക്കേണ്ടത്. ഇനി ആദ്യത്തേനെ എടുത്തു കഴിഞ്ഞു, ഇനി 3, 2നെ മതി അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ ഈ എൽസ് കണ്ടീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്പർ ഈക്വൽ ടു നമ്പർ ബൈ 10 കൂടെ കൊടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇപ്പം ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റിനെ കളഞ്ഞ് ബാക്കിയെ എടുക്കണം എന്നുണ്ടെങ്കിൽ ബൈ 10 ചെയ്യണം. മനസ്സിലായോ? ഇനി അപ്പോൾ ആദ്യത്തെ നമ്പർ 1നെ എടുത്തു, അത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് 32നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഫെൽസ് കഴിയുമ്പോൾ നമ്മൾ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും 32 ഇവിടെ വരും, ഗ്രേറ്റർ ദാൻ 0 ആണ്. 32 മോഡ് 10 ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 2 എന്ന് വരും. 2 മോഡ് 2 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഈ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെൻ്റ് ആവും. മനസ്സിലായോ? ഇപ്പോൾ ഇനി ഒരു ഓഡ് നമ്പർ വരുമ്പോൾ ഈ കണ്ടീഷനിൽ കയറും, എൽസിൽ കയറും. ഈവൻ നമ്പർ വരുമ്പോൾ ഈ കണ്ടീഷനിൽ കയറും. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയി. ഈ വൈൽ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്യണ്ടേ. സിസ് ഔട്ട് ഈവൻ
കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കൗണ്ട് കൊടുക്കുക. ഇനി ഓഡ് നമ്പറിൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓ കൗണ്ടും പ്രിൻ്റ് ചെയ്യിക്കുക. പിടികിട്ടിയോ? ഇനി നമുക്ക് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ 3 2 1 അല്ലേ ഞാൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈവൻ നമ്പർ ഒരെണ്ണവും ഓഡ് നമ്പർ രണ്ടെണ്ണവും. ഇനി നമുക്കിത് മാറ്റി യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് മേടിക്കുന്ന രീതിയിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ sysout enter a number സ്കാനർ ക്ലാസ് എഴുതണം. ന്യൂ സ്കാനർ system.in. ഇനി നമ്മൾ നമ്പറിനെ ഇവിടെ മേടിക്കുന്നതായിട്ട് എഴുതണം. scan.nextInt. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ നമ്പർ ഡയറക്റ്റ് കൊടുത്തു, ഇത് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് കൊടുത്തു. ഇപ്പോൾ എൻ്റർ എ നമ്പർ 54321. ദാ ഈവൻ കൗണ്ട് 2, ഓഡ് നമ്പറിൻ്റെ കൗണ്ട് 3. ഇനി 0 ഉള്ളൊരു നമ്പർ കൊടുക്കാം. 54320 എന്ന് കൊടുക്കാം. അപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഈവൻ കൗണ്ട് എത്രയാണ്? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 ഉണ്ട്, 2 ഉണ്ട്, 0 ഉണ്ട്, 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഈവൻ കൗണ്ട് 3. ഓഡ് നമ്പർ എന്ന് പറയുന്നത് 5ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഔട്ട് കൗണ്ട് 2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.